നാരായണ ഹരേ 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 നാരായണ മണി മണി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി. ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ ജനാർദ്ദന രക്ഷ ജനാർദ്ദന അല്ലാതെ ഞങ്ങൾക്ക് മറ്റാർക്കും ആശ്രയമില്ല. ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഭൂമിയിലോട്ട് തൊട്ട് പുതുക്കളെ ഭഗവാനെയും സമർപ്പിച്ച് അവിടെ നിന്ന് ഗണപതിയെ നമ. ഓം ഓം പം പത്മായ നമോ പത്മായ നമോ പത്മായ നമോ. ഓം നമോ ഓം നമോ ഓം നമോ. രുദ്രസുതായ ശൂലോസായ ചന്ദ്രകാളി പ്രചോദൻ. ഇംഗ്ലീഷ് സൗന്ദര്യ ഭദ്രകാളിയെ നോ ഭദ്രകാളിയെ നോ ഭദ്രകാളിയെ നോ. ഓം ശിവശിക നോ. ഇംഗ്ലീഷ് സൗന്ദര്യ ഭദ്രകാളി 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 ഭദ്രകാളിയെ നോ. ഇംഗ്ലീഷ് സൗന്ദര്യ ഭദ്രകാളി 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 ഭദ്രകാളിയെ നോ. ഓം മന്ത്രം സകല സുസാവിനെ ഭദ്രകാളിമൂർത്തി ശുദ്ധ സമ്യക് സമർപ്പയാമി. ഓം തത്സൽ. ഓം പ്രസന്നാർത്ഥം ഉപയോഗിക്കോ നമ. ദേവേക്കോ ആശ്രയിക്കോ വിദ്രിക്കോ ആത്മനിയോ നമ. ആ ലിസ്റ്റ് കഴിഞ്ഞത് തരാൻ പറഞ്ഞു. ഓം മാനേ കൃഷ്ണൻ അഗസ്യമാതൃ രണ്ടും പേപ്പർ
നിങ്ങളെല്ലാവരും അപ്പുറത്തോട്ടു ഇന്നലെ ലിസ്റ്റ് തന്നാ നോക്കിക്കട്ടെ ഇന്ന് രാവിലെ ഇവന് നോക്കിയതാ ഇങ്ങനെ കൊടുത്തതാ വേണ്ട 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 നീ കണ്ണ നേതി അവിടെ വെച്ചാ പാത്രം കഴുകി എടുക്കണമെങ്കിൽ പറഞ്ഞേപ്പിക്കാനാ കണ്ണ ഇതിന്റെ എടുക്കാം അവരോട് മേടിക്കുന്നതിന് വേണ്ടിയില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണെങ്കിൽ ഇപ്പോൾ ഒരു കസേരയിൽ ഇരിക്കുവാന്ന് ചിന്തിച്ചു, ഞാനാണെങ്കിൽ അമ്മയോട് മിണ്ടാതെ പുറകിൽ നിന്ന് കസേര അങ്ങ് എടുത്ത് മാറ്റുമോ, എന്തോ പറ്റുന്നു. അതേസമയം ഞാൻ അമ്മയോട് ചോദിക്കുക, അമ്മയൊന്ന് എണീക്കാവോ, ഞാൻ ആ കസേര ഇങ്ങോട്ടൊന്ന് എടുത്തോട്ടെ, ശരിക്കും അത് തന്നെ. അവരോട് അനുവാദം മേടിക്കുക, അവരെ അങ്ങോട്ട് മാറ്റുന്നതിനല്ല. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചോണം കേട്ടോ, പ്രാർത്ഥിച്ചോണ്ടോ അവിടെ ഒന്ന്. ഓം ഇംഗ്ലീഷ് ഓണി ഭദ്രകാളി 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 ഭദ്ര ഭദ്രകാളി നമ ഓം നമ. എന്നാ പൂവ് എടുത്തില്ല. ഇംഗ്ലീഷ് ഓണി ഭദ്രകാളി നമ ഭദ്രകാളി നമ ഭദ്രകാളി നമ ഓം നമ. കാളി ഭദ്രകാളി കപാലിനി കുലം ജ കുലധർമ്മം ജ മാം ജ പാലയ പാലയ. ഇടുകയോ ഓം ഈശാന സർവവിദ്യാനാം ഈശ്വര സർവഭൂതാനാം ബ്രഹ്മാധിപതിർ ബ്രഹ്മണോധിപതിർ ബ്രഹ്മശിവോ മേസ്തു സദാശിവം തത്പുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹേ തന്നോ രുദ്രപ്രചോദയാൽ അഘോരേഭ്യോ തഘോരേഭ്യ ഘോരഘോരതരേഭ്യശ്ച സർവത സർവസർവേഭ്യോ നമസ്തേസ്തു രുദ്രരൂപേഭ്യ സദ്യോജാതം പ്രപദ്യാമി സദ്യോജാതായ വേ നമ ഭവേ ഭവേ നാഭിഭവേ ഭജസ്വാം ഭവായ നമ. നമോസ്ഥാനുഭൂതേ യോഗീശ്വരോ. ഓം നമശിവായ നമശിവായ പ്രാണായ അപാനായ ജ്ഞാനായ ഉദാനായ സമാനായ മുദ്രാവിധാനോ. അതാവശ്യം ഭദ്രകാളി നമ ഭദ്രകാളി നമ ഭദ്രകാളി രാമമെടുത്ത് കേന്ദ്രം ചെപ്പുക രാമാസ്ത്രായ ഈശ്വരശക്തി ഇംഗ്ലീഷ് ഭദ്രകാളി ഇരിക്കുന്ന പോലെ തന്നെ കഴുക്കോശം രണ്ടിൻ്റെ മുൻവശം മുഖം അല്ല അത് തന്നെ ഇപ്പോൾ ഇരിക്കുന്ന പോലെ
മറ്റേതും അങ്ങനെ തന്നെ. വേറെ ഒന്നുമില്ലല്ലോ, മുമ്പത്തെ ഞാൻ കൊണ്ടുപോകില്ല. ആ ഒരാരെങ്കിലും വിളക്കൂടെ കൊണ്ടുവന്നിട്ട്. ആ അത് യോഗീശ്വരൻ, ഭദ്ര, യോഗീശ്വരൻ, യക്ഷസ്, മൂർത്തി, ആ 3 സർപ്പങ്ങൾ. എന്താ തിരുമേനി അപ്പുറത്തില്ല, അതാണ് മൂർത്തി നിലവിലുള്ളത്. ആ ഇതുകൊണ്ടില്ലേ കാണുന്നത്. ആ ഒന്ന് അധികമായിട്ടുള്ള ഒന്ന് സർപ്പങ്ങൾ തന്നെയാണ് അങ്ങനത്തെ. ഓം പ്രാണോപാന വ്യാനോദാന സമാനാമേശ്വന്താൻ ജ്യോതിരഹം രജാവ മാ ഭൂയാസജ്ഞ സ്വാഹ ശിരഃപാദ പാണിവാസ വൃത്തോരിതരജംഗാശിഷ്ണാവസ്ഥാവായോ മേ ശുദ്ധ്യന്താൻ ജ്യോതിരഹം വിരജാവ മാ ഭൂയാസജ്ഞ സ്വാഹ ശബ്ദസ്പർശരൂപരസഗന്ധാമേ ശുദ്ധ്യന്താൻ ജ്യോതിരഹം വിരജാവ മാ ഭൂയാസജ്ഞ സ്വാഹ മനോബുദ്ധ്യഹങ്കാര ചിത്തം മേ ശുദ്ധ്യന്താൻ ജ്യോതിരഹം വിരജാവ മാ ഭൂയാസജ്ഞ സ്വാഹ ത്വക്ചർമ്മ മാംസരുതിരമേധാ മജ്ജാസ്ഥാനീ മേ ശുദ്ധ്യന്താം ജ്യോതിരഹം വിരജാവ മാ ഭൂയാസജ്ഞ സ്വാഹ. വഴിയിൽ നിന്ന് എല്ലാവരും അങ്ങ് മാറി നിന്നാണ്, ഇവിടുന്ന് അങ്ങോട്ടുള്ള വഴി. ഉന്മതിരാമോനേനാഗസ്മാകം ശരീരേതസ്മാകം യൂയം മർത്താസുര അന്തരീക്ഷേണ ദേവസ്വരേവൃത്യായ സ്വാഹിത വായുരസ്മാവാം ചൈതനശ്രീസ്മാവനന്ദമാംശ്വസ്യ വാത്രേണ യത്കൃതേണ ദേവസഃ ഉദദേവാഹിതം ദേവാന്നേധാവനാഗൃച്ഛം ദേവാലേവായുദേവാവനം ദ്വാവിമോ വാഗവാദാസുന്ദരാവരാവഗച്ഛന്തേ ഭദ്രമാഭക്ഷന്തരായക്ഷ്മം സോന്തി ത്രായതാം ദേവാസുരായ നീരാജനം കണ്ണന് വേണോ? അങ്ങോട്ട് വെച്ചേക്കോ, അപ്പുറത്തോട്ട്. ശ്രാവണോ വാർത്തി വിഷ്ണുവരശ്യ വാചനാസുരഭിനോ മുഖാകരൽ പ്രണായിംസിദാരിഷിൽ അപോഹിഷ്ടാമയോ ഭോസ്ഥാന ഊർജേതുവാദനം ഹേരണായ ചക്ഷുഷ് യോവശിവതമോരസ തസ്യ ഭാര്യദേഹന ഔഷധീര്യോമാവര തസ്മാരംഗമാമോയിച്ഛായിന്നത ആഭോജനേധാജന. അല്ലേ കിട്ടത്തില്ല. അവിടെ ചെടുക്കും. ഓം
स्वस्तिनाफला स्वस्तिद्यावा गिरिनिर्वणा स्वस्तिभूषा स्थिरोदसादिना स्वस्तिद्यावा पृथिवी सुधेदिना स्वस्ति नो वायुपुत्रवामहे सोमं स्वस्ति बृहस्पतिं सर्वगणं स्वस्तये स्वस्तया आदित्यासो भवन्दिना विश्वो देवानोऽद्या स्वस्तये वैश्वानरो वसुरश्मि स्वस्तये देवावन् प्रभव स्वस्तये स्वस्ति नो ओम नमोस्तु सर्वेभ्यो येगेज पृथ्वीमनि ये अंतरीक्षे दिव्ये सर्वेभ्यो स्वाहा एगोरोजिने दिवो एव सूर्यस्य रश्मिषु येषां सूक्ष्मग्रहन्देभ्य सर्वेभ्यो स्वाहा या इषवो या विदानाना दीवादृष्टिनियो एवावडेश्वेरवे ये सर्वेभ्यो ശകലം പൂവും കൂടി അവിടെ പൂവിനെടുക്കുന്നു അതിൽ ശകലം പൂ അണ്ണ ശക്കലം പൂ ഇങ്ങെടുത്തു അണ്ണാ കലശം പൂവിച്ചത് പൂ കുറവായില്ലേ അണ്ണ ആബലായ നാഗാധിപതിയേനോ വാസുകിയെ നമ വാസുകിയെ നമ ഓം യക്ഷേക്ഷി നാഗേക്ഷുണ്യേ നമ അഹിയക്ഷുണ്യേ നമ അഹീഷുണ്യേ നമ ഓം ഭൂർപ്പശ്വര അമൃതമസ്യ അർവേ പ്രാണായസോ ഹവാനായസോ യാനായസോ ദാനായസോ സമാനായസോ ഓഗ്നസ്വഹ ഓം ഭൂർപ്പശ്വര അമൃതമസ്യ അമൃതോപസരണം പ്രാണായസോ ഹവാനായസോ യാനായസോ ഉദാനായസോ സമാനായസോ ഓഗ്നസ്വഹ ഈ സംഖ്യനകത്തോട്ട് ചൈതന്യം ആവാഹിക്കുക എന്നിട്ട് അത് പൊട്ടിച്ചെടുത്തിട്ട് തിരിച്ച് അതിലോട്ട് ജയിക്കും ഓം നമ കാമരൂപിണേ മഹാബലായ നാഗാധിപതി ഓം യക്ഷേഷി നാഗേക്ഷുണേ വിനിതാതനെ വിശ്വനാഗേശി അവിടെ അത് പോകാതെ അത് ഞാൻ ഉദ്ദേശിച്ചത് മേലോട്ട് തട്ടിയാൽ മതി ജോയിൻ ചെയ്ത് വെച്ചേക്കും കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ആ കിട്ടും ഇതോടെ വേണമെങ്കിൽ കൊണ്ടുവെക്കാം നല്ല ഭാരമായിരിക്കും കല്ല് കണ്ട് കെട്ടിയിട്ട് ഇനി ഇങ്ങനെ സൈഡിൽ നിന്ന് അടിക്കും ബാക്കിയുള്ള സ്ഥലത്ത് കല്ലല്ലേ കല്ല ഇല്ല കുഴപ്പമില്ല താഴത്ത് തേപ്പ് പൊട്ടിക്കാൻ തേപ്പാൻ അതിപ്പം കടിച്ചിരിക്കുന്നു കൊണ്ടുപോകല്ലേ ഞാൻ പറ്റൂ അപ്പോഴത്തേക്ക് മറ്റേതല്ല ഒരാൾ കൊണ്ടുപോകുന്ന നാഗരാജാവ് അത് ഞാൻ കൊണ്ടുപോകും കലശപാട് ഞങ്ങൾക്ക് നടത്തിയിട്ടേ അവിടുത്തെ ചെയ്ത് ഇതിന് നമ്മൾ പ്ലേസ് കണ്ടുപിടിക്കും കൊണ്ടുപോയില്ലല്ലോ രണ്ടു മൂന്ന് ഇഷ്ടം
അവിടെ പോകണം ചെന്നിട്ട് കണ്ണ ഒരു പായസം കൂടെ മൂർത്തിക്ക്. മുന്നോട്ട് പോകണേ. ദീപം ദീപം അതുപോലെ യോഗീശ്വരന് മൂർത്തി, പിന്നെ മൂർത്തി എന്ന് പറഞ്ഞാൽ മാടന, പിന്നെ സർപ്പങ്ങൾ, ഇവരെ ബാലാലയത്തിലേക്ക് കുടിയിരുത്തിയിരിക്കുക. കുടിയിരുത്തുക എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഇരുത്തുകയാണ്. കുടിയിരുത്തുക സ്ഥിരമായിട്ടിരിക്കുന്നത് വേണ്ട രീതിയിൽ ബാലാലയം എന്നാണല്ലോ പറയുന്നത്. ബാലം ചെറിയ ആലയമൊക്കെ പണിഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ട കണക്കിലൊക്കെ ഒപ്പിച്ച് നല്ല രീതിയിൽ താന്ത്രികപരമായ രീതിയിൽ നമുക്കത് പുനഃപ്രതിഷ്ഠിക്കണം. അപ്പോൾ അതേവരെ നിങ്ങളെങ്ങനെ ആചരിക്കുമെന്നും എത്ര കാലത്തിനകം പുനഃപ്രതിഷ്ഠിക്കാൻ പറ്റുമെന്നും ഒരു ധാരണ ആക്കണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ധാരണ ആയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ഒരു സത്യം ചൊല്ലി അമ്മയോട് പറയണം. നമ്മുടെ ഒരു ധാരണ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മാക്സിമം നമുക്കൊരു 3 വർഷം, അതിൻ്റെ അപ്പുറം പോകാൻ പാടില്ല.
ഈ 3 വർഷത്തിനുള്ളിൽ അതെ. നമ്മൾ ചെയ്യാമെന്നുള്ള ഉറപ്പാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതിന് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ഉറപ്പ്, അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ചെയ്യാമെന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങനെ ഒരു ഉറപ്പ് മേടിക്കണം. ഈ 3 വർഷം എന്ന് പറഞ്ഞാൽ 1 വർഷം ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പീരീഡ് നമ്മൾ പറയുമ്പോൾ അല്പം കൂടുതലായിട്ട് ഇപ്പോൾ നമുക്ക് പറയണം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഇനിയും അങ്ങോട്ടുള്ള ദിവസം 3 വർഷത്തോളം പ്രതിഷ്ഠയാണ്. ഇനി അങ്ങോട്ട് വിളക്ക് കത്തിക്കുന്നത് കാര്യമായിട്ട് ബന്ധപ്പെട്ട ദിവസത്തോളം വല്ലതും ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, വ്യവസ്ഥകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആഴ്ചയിൽ ഞങ്ങൾ ഒരു ദിവസം വിളക്ക് കത്തിക്കും. ബാക്കി ഞങ്ങളുടെ ഭക്തരെല്ലാവരും പല സ്ഥലത്തു നിന്ന് വരുന്നവരുണ്ട്, അവർക്ക് പുറത്തു വന്ന് വിളക്ക് കത്തിക്കാം. അപ്പോൾ ഇത് തുറന്നിടണമെന്നുണ്ടോ തിരുമേനി? അമ്പലത്തിന്റെ സങ്കല്പത്തിലോട്ട് വന്നാൽ പിന്നെ അങ്ങനെ തുറക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇത് എന്നാ വിളക്ക് വെച്ച് ആ തൂക്കുകളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് മാസത്തില് നിങ്ങൾക്ക് അങ്ങനെ തുറന്ന് വിളക്ക് കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ദിവസം തുറന്ന് 1-ാം തീയതി അങ്ങനെ എന്തെങ്കിലും മലയാള മാസം മലയാള അത് ആരോട് ആലോചിച്ച് തീരുമാനിച്ചിട്ടുണ്ടാവും. അതോടെ നമ്മൾ പറഞ്ഞേക്കാം. അത് മാസത്തിൽ തുറക്കാൻ ഇപ്പൊ പറയണ്ട. ഇപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം വിളക്ക് കത്തിക്കാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യം നമ്മൾ ഈ പറയാൻ എളുപ്പമാണ്, പ്രവൃത്തിയിലോട്ട് വരുമ്പോൾ അതിന് അതിൻ്റെതായ പ്രായോഗിക ബുദ്ധിമുട്ട് വരും. കാര്യം ഒരു കാര്യം തുടങ്ങാൻ എളുപ്പമാണ്, അത് നടത്തിക്കൊണ്ട് പോകുമ്പം നല്ലൊരു ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കണം. ഇപ്പം ആഴ്ച ഒരു ദിവസം ഒന്നും ഇരിക്കട്ടെ, അത് മുടക്കല്ലേ? അതിപ്പോൾ പറയണ്ട, കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം അതുപോലെ 3 വർഷം അണ്ണാ സോമം വന്നിട്ട് വേണ്ട, ഏതെങ്കിലും ദിവസം മാവനാണ് ഉറപ്പ് പറയുന്നത്. അല്ല, ഇപ്പം നമുക്ക് 3 വർഷം മാക്സിമം, ഈ 3 വർഷത്തിനുള്ളിൽ നമ്മൾ മാവൻ വിളിച്ചോതി പറയുക. നമ്മളെല്ലാവരും കൂടെ കൂടി മാവൻ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂട്ടത്തിരിക്കും. ഞാൻ പറഞ്ഞവരോട്ട് ഏറ്റുപറയണം, അദ്ദേഹം എല്ലാവരും ഏറ്റുപറയണം. പടാശ്ശേരി കുടുംബക്കാരായ ഞങ്ങൾ ഇവിടെ ബാലാലയത്തിലേക്ക് വീതിച്ചിരിക്കുന്ന ഭദ്രാഭഗവതി യക്ഷസ് യോഗീശ്വരൻ മാടൻ സർപ്പദേവതകൾ മുമ്പാകെ സത്യബോധപ്പെടുത്തുന്നതെന്തെന്നാൽ നാളിത് മൂന്നാണ്ടിനകം നിങ്ങളെ യഥാവിധി ആലയം പണി കഴിപ്പിച്ച് പ്രതിഷ്ഠിച്ചുകൊള്ളാം. ആയതുകാലം വരെ ഈ ബാലാലയത്തിൽ കുടിയിരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണം. അക്കാലം വരെ ഞങ്ങളാൽ കഴിയുന്നതായ ആചരണങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ദീപം തന്ന് ആചരിച്ചുകൊള്ളാം. ഈ പറഞ്ഞതിന് മാറ്റമില്ല. ഇത് സത്യം. ഭൂമി നിന്ന് പ്രയോഗിക്കും. തിരുമേനി, അതുപോലെ ഒത്തിരി ദൂരം നിന്നൊക്കെ ആൾക്കാർ വരുന്നവർ പുറത്തുനിന്ന് എപ്പോ വരുന്നോ എന്നേരം വിളക്ക് കത്തിക്കണം. പക്ഷേ ആഴ്ചകളിലും മുടക്കുകയും ചെയ്ത് എപ്പോ വേണേലും വന്ന് കത്തിക്കാം. എല്ലാ സമയത്ത് എപ്പോ വേണേലും വന്ന് കത്തിക്കാം. ഏത് സമയത്ത് കത്തിക്കാവുന്ന പേര് വരുമ്പോ ആ സമയത്ത് ഒന്ന് കത്തിച്ച് ഇന്ന ദിവസമൊന്ന് വെക്കണം. അല്ലാതെ നമ്മളെങ്ങനെയാണെന്ന് അറിയുന്നത് അവിടുത്തെ കാര്യമല്ല, ഞങ്ങൾ വേറെ ആൾക്കാരൊക്കെ കത്തിക്കുന്നത്. അത് ഇന്ന ദിവസമൊന്ന് ചൊവ്വായോ അതാക്കളെ ഒരു ദിവസം ചൊവ്വായോ വെള്ളി അല്ലെ ആഴ്ചയിൽ ഒരിക്കലും അത് ആ ചൊവ്വായോ വെള്ളിയോ അത് 2 ഒന്ന് തീരുമാനിച്ചു. ഏതൊരു ദിവസം വെള്ളിയാഴ്ച അന്നങ്ങ് വന്ന് കത്തിക്കാൻ 2-3 പേര് ഒരാളെല്ലാം